ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ KPCC പുനഃസംഘടനാ ചർച്ചകളിലേക്ക് ഹൈക്കമാൻഡ്. ഒരാൾക്ക് ഒരു പദവി നിർബന്ധമാക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാകുന്നു. MP-മാരെയും MLA-മാരെയും പരിഗണിക്കരുതെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ പ്രവർത്തന പരിചയം മാത്രം മാനദണ്ഡമാക്കണമെന്നാണ് മറുവിഭാഗത്തിന്റെ ആവശ്യം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നിലപാട് നിർണായകമാകും. കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ആന്റണി, ഷാഫി പറമ്പിൽ തുടങ്ങി ഒരു ഡസനിലേറെ നേതാക്കളാണ് പരിഗണനയിൽ ഉള്ളത്. റോഷിപാലുണ്ട്. റോഷിപാൽ, സർക്കാർ വന്നു കഴിഞ്ഞിട്ട് UDF-ന്റെ യോഗം ചേർന്നിട്ടില്ല. KPCC പുനഃസംഘടിപ്പിക്കാത്തത് കൊണ്ട് തന്നെ പാർട്ടിക്കും സർക്കാരിനും തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ല. പാർട്ടിയുടെ വഴിക്കും സർക്കാരിന്റെ വഴിക്കും പോകുന്ന രീതിയാണ്. ഇത് അവസാനിപ്പിച്ചേ മതിയാകൂ. ഉടൻ KPCC പുനഃസംഘടിപ്പിക്കണം. നേതൃസ്ഥാനത്തേക്ക് പല പേരുകൾ വരുന്നുണ്ട്. പക്ഷേ രണ്ട് വാദങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കമാൻഡ് ഇടപെട്ട് തുടങ്ങിയോ റോഷിപാൽ? അരുൺകുമാർ, KPCC പുനഃസംഘടന വൈകുന്നത് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത് വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്. പക്ഷേ അതിൻ്റെ ചർച്ചകൾ പ്രാഥമിക ചർച്ചയിൽ ഒതുങ്ങി നിൽക്കുകയാണ്. AK ആന്റണി അടക്കമുള്ള നേതാക്കളുടെ അഭിപ്രായം ദീപദാസ് മുൻഷി തേടിയെങ്കിലും പിന്നീട് ചർച്ച മുന്നോട്ട് പോയിട്ടില്ല. രാഹുൽ ഗാന്ധി ദില്ലിയിൽ തിരിച്ചെത്തിയാൽ ചർച്ച സജീവമാവുകയും തൊട്ടു പിന്നാലെ തന്നെ KPCC പുനഃസംഘടന പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്. ഏതായാലും നിലവിൽ കോൺഗ്രസിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കഴിഞ്ഞു. അതിൽ ചില നേതാക്കൾ സ്വന്തമായി തന്നെ അധ്യക്ഷ പദവിയിൽ പരിഗണിക്കണമെന്ന ആവശ്യം ഉയർത്തുന്നുണ്ട്. അതിൽ പ്രധാനി കാസർഗോഡ് MP കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അധ്യക്ഷ പദത്തിന് അവകാശവാദം ഉന്നയിക്കുന്നു. സമാനമായി പരിഗണിക്കപ്പെടുന്ന ഒട്ടേറെ നേതാക്കളുണ്ട്. അതിൽ യുവാക്കളുണ്ട്, പരിചയസമ്പന്നരായ നേതാക്കളുണ്ട്. അതിനിടയിലാണ് ഒരാൾക്ക് ഒരു പദവി എന്ന മാനദണ്ഡം പാർട്ടിയിൽ നടപ്പിലാക്കണം. KPCC അധ്യക്ഷ പദവിയിലേക്ക് MP-മാരെയും MLA-മാരെയും പരിഗണിക്കരുത് എന്ന ആവശ്യം ശക്തമാകുന്നത്. കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ഒപ്പം ജോസഫ് വാഴക്കൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആദ്യഘട്ടം മുതൽ തന്നെ KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. യുവാക്കളാണെങ്കിൽ മാത്യു കോൾനാടൻ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരിഗണിക്കപ്പെടുന്നു. ആന്റണി, MK രാഘവൻ ഉൾപ്പെടെ പരിചയസമ്പന്നരായ ഒരു കൂട്ടം നേതാക്കളുണ്ട്. അതിനൊപ്പമാണ് ഒരാൾക്ക് ഒരു പദവി നിർബന്ധമാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ മുൻ KPCC അധ്യക്ഷന്മാർക്ക് കൂടി സാധ്യതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് VM സുധീരനാണ്. ഒപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ, ഈ മൂന്ന് പേരിൽ ഒരാളെ പരിഗണിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. എല്ലാ തരത്തിലുള്ള ചർച്ചകളും സജീവമാണ് കോൺഗ്രസിൽ. സമ്പൂർണ്ണ പുനഃസംഘടനയാണ് സംസ്ഥാനത്ത് KPCC-യിലും DCC-യിലും നടത്താൻ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത്. കാരണം അധികാരം ലഭിച്ച് 2 മാസമായി കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ സ്തംഭിച്ച സാഹചര്യമാണ്. KPCC ആസ്ഥാനത്താണെങ്കിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആളില്ലാത്ത ഒരവസ്ഥയും പാർട്ടിയുടെ നിലപാട് പോലും പറയാൻ ആളില്ലാത്ത സാഹചര്യം എന്ന വിലയിരുത്തലാണ് പൊതുവെ നേതാക്കൾക്കുള്ളത്. കാരണം 2 വർക്കിംഗ് പ്രസിഡന്റുമാർ മന്ത്രിമാരാകുന്നു. സമാനമായി തന്നെ KPCC അധ്യക്ഷൻ മന്ത്രിമാരാകുന്നു. അവർക്ക് പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ സ്വാഭാവികമായും സമയമുണ്ടാകില്ല. ഈ കാര്യം അവർ നേരത്തെ ഹൈക്കമാൻഡിനെ നേരിട്ടറിയിച്ചതാണ്. എന്നിട്ട് പോലും അതിൽ ഒരു പുരോഗതിയില്ല പുനഃസംഘടനയിൽ എന്നതാണ് പരാതിക്കൊക്കെ ആധാരം. ഇനി തർക്കങ്ങളിലേക്ക് പോകുമോ പുനഃസംഘടന എന്ന ഒരു ആശങ്കയും ഹൈക്കമാൻഡിനുണ്ട്. ഓക്കെ, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.